Don't do this 5 mistakes. Mistake number 1. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ഒരു വിഷയം പഠിക്കും. ടോപ്പിക് പഠിക്കുന്നു, യെസ് പഠിച്ചു, ഹാപ്പി, മാറ്റിവെച്ചു. ഉറപ്പ് പറയുന്നു നിങ്ങൾക്കൊരിക്കലും ആ കാണുന്ന ഭാഗം ഒരു 10 days കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവുകയില്ല. നിങ്ങൾ വിത്തിൻ 1 week ആ കാണുന്ന പഠിച്ച ഭാഗം വീണ്ടും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് ആ കാണുന്ന ഭാഗം ഓർമ്മയുണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നു. എല്ലാവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിൽ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് റിവിഷൻ ചെയ്യാതിരിക്കുക. സോ അതുകൊണ്ട് ഈ കാണുന്ന മിസ്റ്റേക്ക് ഒരാൾ പോലും വരുത്താൻ വേണ്ടി പാടില്ല. ഓൾവേസ് റിവൈസ് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്. മിസ്റ്റേക്ക് നമ്പർ 2, കൺസിസ്റ്റൻസി. നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ യെസ് ഇന്ന് പഠിച്ചു, ഹാപ്പി, നാളെ നമ്മളെന്താ കുറച്ച് മടിയോ, എന്നാൽ അപ്പം നമുക്ക് ഇന്ന് പഠിക്കണ്ട, നെക്സ്റ്റ് ഡേ പഠിക്കാമെന്ന് എല്ലാവരും ചിന്തിക്കും. ഇത്തരത്തിൽ നമ്മൾ ഒരു ദിവസം പഠിക്കുന്നു, നെക്സ്റ്റ് ഡേ പഠിക്കുന്നില്ല, വീണ്ടും പഠിക്കുന്നു, പിന്നെ പഠിക്കുന്നില്ല, ചില ദിവസം ഓവർനൈറ്റ് പഠിക്കുന്നു. അങ്ങനെ ഒരാളും ചെയ്യരുത്. പഠിക്കുന്നത് വളരെ വൃത്തിയിൽ, വളരെ കൃത്യമായ സമയം ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും വളരെ വൃത്തിയിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അതായത് നമ്മളെല്ലാവരും കൺസിസ്റ്റൻ്റ് ആവണം. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ സൈലന്റ് ക്ലാസ് കാണുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കാണണം. ഡെയിലി സൈലന്റ് ക്ലാസ് കണ്ടുകൊണ്ട് നമ്മൾ ഡെയിലി പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് കണ്ടു, നാളെ കാണുന്നില്ല, അങ്ങനെ ഒന്നും പാടില്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അതാണ് മക്കളെ മിസ്റ്റേക്ക് നമ്പർ 2 എല്ലാവരും വരുത്തുന്നത്. ഇന്ന് പഠിക്കും ആൻഡ് ദെൻ ഒരു വലിയ ഗ്യാപ്പ് എടുത്തുകൊണ്ട് നെക്സ്റ്റ് ഡേ പഠിക്കും. അത് പാടില്ല. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് നമ്പർ 3, ഓൾ ഓഫ് ദം സെറ്റ് ഗോൾസ് ആസ് ടൈം നോട്ട് ഔട്ട്കം. എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത്ര നേരം പഠിക്കണം, 3 hours പഠിക്കണം, 4 hours പഠിക്കണം, അങ്ങനെ തീരുമാനിക്കാം. അതല്ല വേണ്ടത്. പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ എത്ര ഭാഗം പഠിച്ചു തീർക്കും, ഞാൻ ഈ കാണുന്ന ടോപ്പിക്കാണ് തീർക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഔട്ട്കമ്മിനെ ബേസ് ആവണം നമ്മുടെ ഓരോ ഗോൾസും. ആ കാണുന്ന കൃത്യമായി ആ കാണുന്ന ഭാഗം പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ആ ഒരു പഠനം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ ഓൾവേസ് റിമെമ്പർ, മേക്ക് ഗോൾസ് ബേസ്ഡ് ഓൺ ഔട്ട്കംസ്. മിസ്റ്റേക്ക് നമ്പർ 4, എക്സാംസ് ആരും തന്നെ സീരിയസ് ആയിട്ട് എടുക്കില്ല. എക്സാംസ് ഒക്കെ എല്ലാവർക്കും അറിയാം, ഒരു 1 weekൻ്റെ ഗ്യാപ്പിലാണ് അനൗൺസ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് എക്സാം ഉണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും പറയുക. ആൻഡ് ദെൻ 1 week പഠിക്കാൻ വേണ്ടി ഉണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യും? ഒരാൾ പോലും ഒന്നും പഠിക്കില്ല. എക്സാമിൻ്റെ തലേദിവസം മാത്രം പഠിക്കുക. ആ ഒരു സ്ട്രാറ്റജി എല്ലാവരും ഫോളോ ചെയ്യും. ഗൈസ്, ഇറ്റ്സ് എ ബ്ലണ്ടർ ആൻഡ് ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. കാരണം 1 week പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാണുന്ന ഗ്യാപ്പിനകത്ത് ഓരോ ദിവസവും വളരെ വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. അതിൻ്റെ ഉപയോഗം 2ആണ്. ഒന്ന് റിവിഷൻ, മറ്റേത് നമ്മൾ എത്രമാത്രം എക്സാമിന് പഠിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് സ്കോറിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എത്രമാത്രം പഠിച്ചു, ആ ടോപ്പിക് എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് നമുക്ക് എക്സാമിനകത്ത് മാർക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സോ എല്ലാവരും മനസ്സിലാക്കണം, എക്സാം നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം. ഇറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ സ്റ്റഡീസ്. മിസ്റ്റേക്ക് നമ്പർ 5, ബുക്ക് കളക്ഷൻ. 10th CBSE പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആലോചിക്കും, ഓക്കെ കുറേ ബുക്ക് പഠിക്കണം, NCERT മാത്രം പോരാ, നമുക്ക് കുറേ ഗൈഡ്സ് വേണം, എല്ലാത്തിനും ഗൈഡ് വേണം. മക്കളെ ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. NCERT ബുക്ക് മാത്രം പോരാ, ഇറ്റ്സ് റൈറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ബുക്കും കൂടി എന്തായാലും വാങ്ങണം. അത് സൈലത്തിൻ്റെ ഗൈഡ് പോലത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള PYQസും NCERT ബുക്ക് പോലത്തുള്ള ഒരു ഗൈഡ് വേണം എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ കാണുന്ന ഗൈഡിൽ നിന്ന് കുറച്ച് പഠിച്ചു, നെക്സ്റ്റ് ഗൈഡിൽ നിന്ന് ബാക്കി പഠിച്ചു, പിന്നെ വേറെ ഗൈഡ് ഫോളോ ചെയ്തു, അതെല്ലാം കൂടി ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ട് മാറും. അതുകൊണ്ട് ഒരൊറ്റ ഗൈഡ് മാത്രം ഫോളോ ചെയ്യുക. അത് സൈലത്തിൻ്റെ പോലത്തെ ഏറ്റവും ഗംഭീരമായ ഗൈഡ് തന്നെയാവണം. സോ ഈ കാണുന്ന മിസ്റ്റേക്സ് എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടണം. നിങ്ങളോടൊപ്പം എക്കാലം ഞങ്ങളുണ്ടാവും. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലൂടെയും സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാം തന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ ഇതുപോലെ ടിപ്സുമായിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ബൈ. സൈനിങ് ഓഫ്, അഫ്നാസ് AK from Zain Learning. Thank you.